നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠം താളത്തെ കുറിച്ച്. താളം പാട്ട് പാടുമ്പോൾ അതിനെന്തുണ്ട്? നമ്മൾ താളം പഠിക്കുകയും അപ്പൊ പാട്ടിന് എന്തുണ്ട്? പാട്ടിന് മാത്രമാണ് താളമുള്ളത്? പ്രകൃതിന്റെ താളമുണ്ട്, ജീവിതത്തിന് താളമുണ്ട്, ഹൃദയം പിടിക്കുന്നതിന് താളമുണ്ട്, ശ്വസിക്കുന്നതിന് താളമുണ്ട്, മനുഷ്യൻ നിർമ്മിച്ചെടുത്ത അപ്പൊ നമുക്ക് പ്രകൃതിയെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ എല്ലാം ഒന്നുണ്ട്, താളമുണ്ട്, ഇല്ലയോ? കുയില് കൂവുന്നു, താളത്തിലല്ലേ കൂവുന്നത്? ആണോ? കാക്ക കരയുന്നു, താളമുണ്ടോ? പട്ടി കുറയ്ക്കുന്നു, അല്ലേ? കൃത്യമായിട്ട്. പിന്നെ പൂച്ച, അതെ കേട്ടോ, എലി കരയുന്നു രാത്രി. രാത്രി കള്ളന്മാര് വളരെ പതുക്കെ അവരെ താളം അറിയാതാ, ഇല്ലയോ? നടക്കുമ്പോ ശബ്ദം ഉണ്ടാകുന്നത് അത് അറിയാത്ത രീതിയിലാണ് അവര് നടക്കുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും താളം. നമുക്ക് ആ താളത്തെ നമുക്ക് എങ്ങനെ ഇടാൻ പറ്റും? അപ്പോ ഇതേ ശബ്ദത്തില് പട്ടി കുറയ്ക്കുന്ന ശബ്ദം ഉണ്ടാക്കാം. ഇനി നമുക്ക് ഇതേ താളത്തില് പൂച്ച കരയുന്ന ശബ്ദം കേൾപ്പിക്കാമെന്ന് നോക്കാം. ഇനി നമുക്ക് കുയില് കരയുന്ന ശബ്ദം ഉണ്ടാക്കുമെന്ന് നോക്കാം. അപ്പൊ നമ്മളെപ്പോഴും കുയില് താളത്തിലാ പോകുന്നത്, പക്ഷെ നമ്മൾ പോകുമ്പോൾ താളമില്ലാതായി പോകുന്നത്. അപ്പൊ നമുക്ക് പിന്നെ കാക്ക കരയുന്നു നോക്കാൻ. അപ്പൊ പ്രകൃതിയില് ഇനി ഇല അനങ്ങുന്നു. എങ്ങനെ അനങ്ങുന്നു? ഇനി കിളി പറക്കുന്നു. എങ്ങനെ? അപ്പൊ രാത്രിയിലെ അവിടുത്തെ ചീവീടുകൾ കരയുന്നു. അതെങ്ങനെയാണ്? അതിന് ചിറകടിക്കപ്പെടുത്തേക്കാണ് ഈ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ എന്തുമാത്രം വേഗത്തിലായിരിക്കും അത് ചിറകടിക്കുന്നത്. നമുക്ക് കൈകൊണ്ടിട്ട് കാണിക്കാൻ പറ്റാത്ത സ്പീഡിലാണ് അത് ചിറകടിക്കുന്നത്. അപ്പോ ഇങ്ങനെ പ്രകൃതിയിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ധാരാളം താളങ്ങളുണ്ട്. ഇതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? പ്രകൃതിയിൽ ഉണ്ടാകുന്നുണ്ട് പ്രകൃതി താളം. പ്രകൃതി താളങ്ങളെല്ലാം ഒരടി കൊണ്ട് നമുക്ക് കാണിക്കുന്നത്. ഇതിന്റെ വേഗത കുറഞ്ഞതോ വേഗത കൂടിയതോ ആയിരിക്കും പ്രകൃതിയിൽ ഉണ്ടാകുന്ന താളം. ഉദാഹരണത്തിന് നമ്മൾ ഇപ്പൊ ഇരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും കളിക്കുന്നത്. ഇനി നമ്മൾ ഓടിയിട്ട് വന്നാലോ ഇതിനേക്കാൾ വേഗത്തിലായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോ നമുക്ക് എങ്ങനെ ഇതിനെ എണ്ണാൻ പറ്റും? ഒരടി കൊണ്ട് എണ്ണാം. ഈ പ്രകൃതിയിലുള്ള എല്ലാം സമമായിട്ടാണ് നീങ്ങുന്നത്. മനസ്സിലായില്ലേ? പ്രകൃതിയിൽ സമമല്ലാത്ത ഒന്നുമില്ല. ഭൂമി കറങ്ങുന്നു, സമമായിട്ടാണ് കറങ്ങുന്നത്. ഇടയ്ക്ക് വെച്ച് ഭൂമിക്കൊന്ന് നിർത്തിയിട്ട് ഇങ്ങനെയൊക്കെ കറങ്ങണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉള്ള സ്ഥിതി ആലോചിച്ചു നമ്മളൊക്കെ എവിടെ തെളിച്ചു വീഴും. മനസ്സിലായില്ലേ? അപ്പൊ പ്രകൃതി ഇങ്ങനെ പ്രകൃതിയിൽ ഭൂമി കറങ്ങുന്നതിനൊരു താളമുണ്ട്, ഒരു താളമുണ്ട്, മറ്റ് പിന്നെ ഗ്രഹങ്ങളെ ഭ്രമണം ചെയ്യുന്ന താളമുണ്ട്, അല്ലേ? അങ്ങനെ നോക്കിയാൽ പ്രകൃതി ഒരു ഏക താളത്തിലാണ് നീങ്ങുന്നത്. ഒറ്റയടിയിൽ കാണിക്കാവുന്ന താളം. മനസ്സിലാവുന്നു?
ഇനി ഒറ്റ അടി കൊണ്ട് മാത്രമല്ലാതെ നമുക്ക് വേറെ പല രീതിയിലും കാണിക്കാവുന്ന താളങ്ങളുണ്ട്. ഇതിനെ പറയും മനുഷ്യ നിർമ്മിത താളം. മനസ്സിലായോ? അത് മനുഷ്യര് പ്രകൃതിയെ പഠിച്ചതിന് ശേഷം ഉണ്ടാക്കിയെടുത്ത താളമാണ്. അതുകൊണ്ട് അതിന് എന്ത് പറയും? നിർമ്മിത താളം. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചത് നമുക്കൊന്ന് മൊത്തത്തിലൊന്ന് വിശകലനം ചെയ്യും. ആദ്യം നമ്മൾ മനസ്സിലാക്കിയത് പ്രകൃതിയാണ്. അപ്പൊ പ്രകൃതിക്ക് ഒരു താളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി. ഇനി അടുത്തത് മനുഷ്യർ നിർമ്മിച്ച താളങ്ങളെ കുറിച്ചാണ് അല്ലേ? അപ്പം അതിനെ മനുഷ്യ നിർമ്മിത താളങ്ങളാണ്. അപ്പൊ നമുക്ക് തൽക്കാലം ഈ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. വീണ്ടും